രാഹുൽ, വെൽക്കം ടു ബണ്ടൻ എഫക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിട്ട് പോകാം. അതിനു മുന്നേ ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തതെന്ന്, ഇന്ന് നമ്മുടെ ട്രേഡ് എങ്ങനെയാണ് വന്നതെന്നും ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. സോ നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ വീഴുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ട്രേഡ് ഉണ്ടാവുന്നു. മാർക്കറ്റ് ഇന്ന് ഗ്യാപ് ഡൗണിൽ തന്നെയാണ് വീണത്. മാർക്കറ്റ് എന്നിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനും ശ്രമിച്ചു. ബട്ട് ഈ ഒരു ക്യാൻഡിലിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം മാർക്കറ്റ് ഇവിടുന്ന് ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് ഏകദേശം മാർക്കറ്റ് ഐ തിങ്ക് ഒരു അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 40-50% മൂവ്മെൻറ്റ് ഈ ലോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ ചിലപ്പം കൺഫർമേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ബട്ട് ഈ ഒരു നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിലാണിത്. അതായത് ഏകദേശം 50-90% അല്ലെങ്കിൽ 80-90% സെല്ലിംഗ് ഡൊമിനേഷൻ കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാം. ഇറ്റ്സ് എ ലോങ് വീക്ക് ക്യാൻഡിൽ. അപ്പം ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് താഴോട്ട് വീഴും എന്ന്. ഓക്കെ, സോ മാർക്കറ്റ് താഴെ വന്നിട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ഡേ ലോഡ് ലിക്വിഡിറ്റി എടുത്തു. ഒരു വട്ടം ഡേ ലോഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. മാർക്കറ്റ് ഒന്ന് ഈ ഒരു സ്വിംഗ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അതായത് ബയേഴ്സ് മാർക്കറ്റിനെ മുകളിലോട്ട് മൂവ് ചെയ്യിക്കാൻ ശ്രമിച്ചു. ബട്ട് മാർക്കറ്റ് ഇവിടുന്ന് സഡനായിട്ട് താഴോട്ട് വീഴുകയായിരുന്നു. ഓക്കെ, സോ സഡനായിട്ട് താഴോട്ട് വീണ സമയത്ത് ഇവിടെ എന്തുണ്ടായി? ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. സോ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? ഒരു FEG ഉണ്ട്. ഇത് നമ്മുടെ എന്താണ്? FEG ആണ്. സോ ഓക്കെ, ഇത് FEG ആണ്. സോ ഈ ലോയുടെ സ്വിംഗ് ഹൈ ഇതാണ്. സോ FEGയുടെ മുകളിൽ എന്തുണ്ട്? ഓർഡർ ബ്ലോക്കും ഉണ്ട്. സോ ഈ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ അവിനാഷ് എന്ന പേര്, അവിനാഷ് എനിക്ക് ജസ്റ്റ് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഈ ഓർഡർ ബ്ലോക്ക് FEG കറക്റ്റ് ആണെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ വെരി പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് ആൻഡ് FEG ആൻഡ് ഐ ആം ഹാപ്പി. കാരണം നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ടും നിങ്ങൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഒരു ട്രേഡ്, കാരണം നമ്മളെപ്പോഴും ബൈ ഓൺ ദ ഡിപ്പ് സെൽ ഓൺ ദ റൈസ് ആണ് ചെയ്യുക. സോ അപ്പം നമ്മുടെ ഇതെന്താണ്? ഓർഡർ ബ്ലോക്ക്, ഇതെന്താണ് FEG. സോ മാർക്കറ്റ് ഏകദേശം ഈ കൺഫ്യൂസ് ചെയ്ത് നിന്നു ആൾക്കാരെ, അതായത് റീറ്റെയിലേഴ്സിനെ. ഈ കംപ്ലീറ്റ്ലി ഇന്ന് സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു ഈവനിങ് വരെ. ബട്ട് 3 o'clock നമ്മുടെ ഈവനിങ് 3 PM മൂവ് എന്ത് ചെയ്തു? നേരെ വന്ന് FEG ടാപ്പ് ചെയ്തു, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, സഡൻ ഫാൾ ഡേ ലോ വരെ മാർക്കറ്റ് വീണു. ഇതായിരുന്നു മാർക്കറ്റ് ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് ലേണിംഗ്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, FEG ഉണ്ടായിരുന്നു. മാർക്കറ്റ് രാവിലെ മുതൽ 10:50 മുതൽ ഈ റേഞ്ചിലാണ് ഏകദേശം 2:55 വരെ. ഇത് മാർക്കറ്റിനെ കണ്ടിന്യൂസ് വാച്ച് ചെയ്തവർക്ക് മേ ബി കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. സോ ഇതാണ് മാർക്കറ്റിൽ ഇന്ന് നടന്ന മൂവ്മെൻറ്റ്. ഓക്കെ, സോ വീണ്ടും നമുക്ക് നാളത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി കളയാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യാം. ഓക്കെ, സോ ഞാൻ 4 ഹവറിലെടുത്ത് വരയ്ക്കാം. പെട്ടെന്ന് ഇൻട്രാഡേ ലെവൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 ഹവേഴ്സ് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് അപ്പം കണ്ടിന്യൂസ് ലോസ് ആൻഡ് ലോവർ ഹൈസ് ഉണ്ടാക്കി താഴോട്ട് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഈ ഒരു കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിന് ഇനി അടുത്ത മെയിൻ സപ്പോർട്ട് ഏതാണ്? നമ്മുടെ ഗ്യാപ് ഫില്ലിംഗ് ആണ്. ഇനി അടുത്ത മാർക്കറ്റിൻ്റെ മെയിൻ സപ്പോർട്ട് ഏതാണ്? നമ്മുടെ ഗ്യാപ് ഫില്ലിംഗ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം അടുത്ത ദിവസം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ ഗ്യാപ് ഫില്ലിംഗ് ആണ്. അതിന് മുന്നേ മാർക്കറ്റിന് ഇതൊരു മൈനർ സപ്പോർട്ടാണ്. സോ ഇവിടുന്നാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ കയറി ഏകദേശം ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുന്ന് മാർക്കറ്റ് ഏകദേശം 600 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി മാർക്കറ്റിൻ്റെ ഈ ലോ മാർക്കറ്റിൻ്റെ ബയ്യർ അപ്പം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ബയ്യർ ഇവിടെ ഒരു ഹോൾഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബയ്യർ ഇവിടെ ശ്രമിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് മാർക്കറ്റിൻ്റെ സ്ട്രോങ് ലോ ആണ്. ഓക്കെ, അപ്പം ഈ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇന്നത്തെ ഡേ ഹൈയും നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് വീണിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്തിൻ്റെ ഒരു ഗ്യാപ്പും മുകളിലുണ്ട്. സോ നമുക്ക് ജസ്റ്റ് അത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നേരെ നമുക്ക് 1 ഹവറിലോട്ട് വരാം. സോ ഞാൻ എന്തുകൊണ്ടാണ് വീക്കിലിയും ഇത് നോക്കാത്തതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഈ ലോ നിങ്ങൾ മാർക്ക് ചെയ്ത് വിട്ടേക്കണം. നാളെ നിഫ്റ്റിയുടെ ഐ തിങ്ക് നമുക്ക് നോക്കാം. PCR വാല്യൂ എത്രയാണ്? PCR 6.4. മാർക്കറ്റ് നെഗറ്റീവാണ്, കംപ്ലീറ്റ്ലി നെഗറ്റീവാണ് മാർക്കറ്റ്. 6.4% നെഗറ്റീവ് PCR. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് എക്സ്പയറി 0.81. നെഗറ്റീവ്
0.9 ബിലോ നെഗറ്റീവാണ്. ഓക്കെ, അതായത് മാർക്കറ്റിൽ ആരാണ് കൂടുതലുള്ളത്? കോൾ സെല്ലേഴ്സാണ് കൂടുതലുള്ളത്. അതായത് മാർക്കറ്റിന് താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ട്രേഡേഴ്സാണ് കൂടുതലുള്ളത്. സോ നോസ് എ നെഗറ്റീവ് മാർക്കറ്റ്. ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 hourൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ ഒരു സപ്പോർട്ടാണ്. ഈ ഒരു ലോ, ഇന്നലെ എടുത്ത ലോ, ആ ലോ തന്നെയാണ് ഇന്ന് നമുക്ക് ആ വൈകുന്നേരം റെസിസ്റ്റൻസ് ആയിട്ട് മാറിയതും. ലോ ബിക്കം സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഇൻ പൊളാരിറ്റി. യൂട്യൂബിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഇൻ പൊളാരിറ്റി എന്നാണ് അതിനെ പറയുക. ഓക്കെ, സോ അത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. പുറകോട്ട് വേറെ ഒന്നുമില്ല. നേരെ 50 മിനിറ്റ്സിലോട്ട് വരാം. 50 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് രാവിലെ മുതൽ ആദ്യം ഒന്ന് സൈഡ് വേസ് നിന്നു. അതിന് മാർക്കറ്റ് താഴോട്ട് വീണു. ആ ഓട്ടോ ബ്ലോക്ക് ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീണു. ഓക്കെ, സോ ഇത് നാളത്തെ CAS ക്യാൻഡിലാണ്. ഇന്നത്തെ CAS ക്യാൻഡിലാണ് വൈകുന്നേരത്ത്. ഈ ക്യാൻഡിൽ അവോയ്ഡ് ചെയ്തേക്കാം. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ലാസ്റ്റ് 2 days ആയിട്ട് ഈവനിങ് സെക്ഷൻ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ ഒരു ഓപ്ഷൻ സെക്ഷൻ രാവിലെ പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണ്, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. സോ അത് ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചേക്കണം. സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് നോക്കാം. ഓക്കെ, ഈ ലോയുടെ താഴെയാണെങ്കിൽ ഈ ലോ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. എന്നിട്ട് സെൽ ഓൺ ദ റൈസ് നമുക്ക് നോക്കാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതെല്ലാം മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അവിടെ ചെയ്യുന്നെങ്കിൽ, ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ സെൽ. ഓക്കെ, ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സെൽ ചെയ്യാം. ഓക്കെ, ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സെൽ ചെയ്യാം. ആൻഡ് ഈ ഏരിയയിൽ ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർ സോൾഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഒന്നുകിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യുക. വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ആരും ട്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചലഞ്ച് ഗ്രൂപ്പിൽ ഞാൻ കണ്ടായിരുന്നു, ആരോ ഫുൾ വാഷ് ഔട്ട് ആയി പോയി, ലൈക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാൻ. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഓക്കെ, സോ ഈ ഏരിയ നമ്മുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഏരിയ. സോ ഈ ഏരിയ മാർക്ക് ചെയ്ത് വെച്ചോ. ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ്. 24,200 നമ്മുടെ എന്താണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി അത് ആക്ട് ചെയ്യും. സോ അതിനെ ഞാനൊരു സോണായിട്ട് വരച്ച് വെക്കുന്നുണ്ട്. ഇനി ഈ ഏരിയയ്ക്ക് മുകളിൽ പോയാലേ മാത്രം നമുക്ക് ഒരു ബൈ സ്ട്രോങ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇനി എന്തും സെൽ ഓൺ ദ റൈസ് തന്നെ ആയിരിക്കും. ഓക്കെ, സെൽ ഓൺ ദ റൈസ് തന്നെ ആയിരിക്കും. മാർക്കറ്റ് ഈ ലോ നാളെ കൺസോൾട്ടേഷൻ ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടാർഗറ്റ് താഴോട്ടുണ്ടാവും. ഇവിടെ വരെ ഗ്യാപ്പ് ഫില്ലിങ് വരെ. സോ നമുക്ക് പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് വരെ നോക്കാൻ പറ്റും. അതാ മാർക്കറ്റ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഒക്കെ നാളെ എന്തെങ്കിലും ഓവർനൈറ്റ് ന്യൂസിൽ കാണിക്കുകയാണെങ്കിലും സെൽ ഓൺ ദ റൈസ് തന്നെ ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും സെൽ ഓൺ ദ റൈസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഈ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഹൈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് താഴോട്ട് വീഴുന്ന ഇങ്ങനത്തെ ക്യാൻഡിലൊന്നും പെട്ടെന്ന് ചാടിക്കയറരുത്. വെയിറ്റ് ചെയ്യാൻ മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യം കിട്ടി അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇവിടുന്ന് ചാടിക്കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോസ് ഒന്നും ഉണ്ടാവും. ബട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ 5 മിനിറ്റ്സിലാണ് ഓർഡർ ബ്ലോക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുക ക്ലിയർ ആയിട്ട്. അത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ സ്റ്റിൽ ഈ ഏരിയ നമുക്ക് കംപ്ലീറ്റ്ലി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നാളെ നമുക്ക് ഒരു സെൽ ഓൺ ദ റൈസ്, ഗ്യാപ്പ് ഡൗൺ സെൽ ഓൺ ദ റൈസ്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട്. ഇതാണ് നാളത്തെ പ്ലാൻ. താഴോട്ട് വലിയ ഇതുണ്ട്, നമുക്ക് ടാർഗറ്റ്സ് ഉണ്ട്. ആൻഡ് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു മൈനർ റെസിസ്റ്റൻസ് സപ്പോർട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറകോട്ട് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ സെൻറ്റർ. ഓക്കെ, 24,081. ഓക്കെ, 24,081 കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി വെക്കാം ഇവിടെ. ഓക്കെ, 24,090 ഈ ഒരു ഏരിയ ഉണ്ടോ? ഈ ഒരു ഏരിയ നമുക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട്, സെക്കൻഡ് ടാർഗറ്റ് 24,040. ഇത് രണ്ടും താഴത്തെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. ഓരോ ലോയും മുകളിലുള്ള ലോയിനെക്കാട്ടി താഴെയാണ്. നോക്കിയാൽ മതി, ഓരോ ലോയും മുകളിലുള്ള താഴെക്കാട്ടി ലോയാണ്. ഓരോ ഹൈയും മുകളിലുള്ള ഹൈനെക്കാട്ടി താഴെയാണ്. സോ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു ബിയറിംഗ് സ്ട്രക്ചറാണ് ഇത് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഈ ഹൈയുടെ താഴെയാണ് ഈ ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ ലാസ്റ്റ് ഹൈ. സോ മാർക്കറ്റ് എന്താ ശ്രമിക്കുക, ഇതിൻ്റെ താഴെ ഒരു ഹൈ ഉണ്ടാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഈ ഹൈ ആണ് മാർക്കറ്റ് നോക്കുന്നെങ്കിൽ ഈ ഹൈയുടെ താഴെ മാർക്കറ്റ് ഒരു ഹൈ എടുക്കാൻ ശ്രമിക്കും. ആ ഹൈയിൽ നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. ഓക്കെ,
മനസ്സിലായല്ലോ? ഈ ഹൈയുടെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലോവർ ഹൈ ആണ്, ഇതൊരു ലോവർ ഹൈ ആണ്, ഇതൊരു ലോവർ ഹൈ ആണ്, ഇതൊരു ലോവർ ലോ ആണ്, ഇതൊരു ലോവർ ലോ ആണ്, ഇതൊരു ലോവർ ലോ ആണ്. സോ ഇവിടുന്ന് മുകളിൽ നിന്ന് ലോവർ ലോസ് വരുന്നുണ്ട്, ഇവിടുന്ന് ലോവർ ഹൈസ് വരുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, കണ്ടോ? എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? സെയിം സിനാരിയോ, ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വന്നിട്ട് ജസ്റ്റ് പ്യുവർ പ്രൈസ് ആക്ഷൻ. ഓക്കെ, അങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക. സോ മാർക്കറ്റിന് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു ഗ്യാപ്പും ഉണ്ട് മാർക്കറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട്. സോ പെട്ടെന്ന് മാർക്കറ്റ് ഒരു ഹയർ മൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ ഗ്യാപ്പ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴും. ഓക്കെ, സോ ഈ ഗ്യാപ്പ് എടുത്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് വീഴുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഗ്യാപ്പ്. സോ മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് താഴോട്ട് വീഴും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈയുടെ താഴെ അടുത്തൊരു ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ വീഴും. ഓക്കെ, സോ അതല്ല മാർക്കറ്റ് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇതേപോലെ നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ട്രേഡ് ചെയ്യാം. സോ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഫോർമേഷൻ മാർക്കറ്റ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ഉണ്ടാക്കിയാണ് വരുന്നതെന്നുള്ള ആ ഒരു മൈൻഡിൽ വേണം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരച്ച് നോക്കാൻ വേണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇങ്ങനെ, കണ്ടോ? ഈ ഒരു ട്രെൻഡ് ലൈനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്താണ് താഴോട്ട് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ. സോ മാർക്കറ്റ് അടുത്ത വട്ടം ഈ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ വീണ്ടും സെല് ചെയ്തേക്കാം താഴോട്ട്, അതിനുമുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. ഓക്കെ, സോ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.